മക്കൾ സെൽവൻ വിജയ് സേതുപതി നമുക്കൊക്കെ എന്ത് ഇഷ്ടമുള്ളൊരു നടനാണ്. ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ, അങ്ങനെ പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഒരുമിച്ച് കൂടുമെന്നുള്ളതാണ് വിനീത് ശ്രീനിവാസൻ്റെ എക്സ്പീരിയൻസ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് പൊതുവേ ഫീൽ ചെയ്തിട്ടുണ്ട് വിജയ് സേതുപതിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന എന്തൊക്കെയോ ഉള്ളൊരു മനുഷ്യനാണ്. ഗംഭീര ആക്ടറാണ്, കോമഡിയിൽ കിഡിലോസ്കി ടൈമിംഗ് ആണ്. എനിക്ക് ആ മച്ചാനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ചാനലിൽ ഒരു മൂവി റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 96ൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രിയപ്പെട്ടൊരു നടനാണ്. പക്ഷെ എന്താ ചെയ്യുക, അവസാനം വന്ന കുറേ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ചിലതൊക്കെ പൊട്ടി, ചിലത് ചീറ്റി, ചിലത് ഇറങ്ങിയതും പോയതൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വിജയ് സേതുപതി നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ. അങ്ങനെ ഞാൻ കാണാനിരുന്ന ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ വെബ് സീരീസാണ് മുത്തു എങ്കിറ കാട്ടാൻ എന്ന് പറയുന്ന വെബ് സീരീസ്. 10 എപ്പിസോഡുണ്ട്. ഏതാണ്ട് അരമണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ആവറേജ് എപ്പിസോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു 4 എപ്പിസോഡോളം ഞാൻ ഇന്നലെ രാത്രി കണ്ടു. ഇന്ന് നേരം വെളുത്ത ശേഷം ബാക്കിയുള്ള എപ്പിസോഡ്സും കണ്ടു തീർത്തു. സത്യസന്ധമായി പറഞ്ഞാൽ ഈ അവസാനം ഞാൻ കുറച്ച് വെബ് സീരീസ് കണ്ടത് ZEE5 ആയിരുന്നു. എന്ത് തല്ലിപ്പൊളി വെബ് സീരീസുകളാണോ, ഇവർക്കിതൊക്കെ എങ്ങനെ എടുത്തു വെക്കാൻ തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഒരു കഥയും ഇല്ലാത്ത കാര്യം, ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ലാത്ത, ഒരു ത്രില്ലും തരാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി പരത്തിയൊക്കെ വെക്കുന്ന അങ്ങനത്തെ വെബ് സീരീസ് കണ്ടിട്ട് നമുക്ക് ഭയങ്കര നഷ്ടം തോന്നും നമ്മുടെ സമയത്തിനെ കുറിച്ച് ആലോചിച്ച്. അതെല്ലാം കണ്ടിട്ട് ഞാൻ ഈ വെബ് സീരീസ് കാണുന്ന സമയത്തെ എനിക്ക് ഭയങ്കര ആശ്വാസം, ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. കാര്യം കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എൻഗേജിങ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനം കൊടുക്കണം, ഓരോ എപ്പിസോഡിലും അത് വേണം എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ, അത് നല്ല രീതിക്ക് എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ, അതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ നന്നായി എടുത്തു വെച്ചതിൻ്റെ എല്ലാ ഗുണങ്ങളും ഫീൽ ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ് മുത്തു എങ്കിറ കാട്ടാൻ. വിജയ് സേതുപതി ഈസ് ബാക്ക്. തിയേറ്ററിൽ ഹിറ്റ് വരുമ്പോഴാണ് പൊതുവേ നമ്മളിങ്ങനെ പറയാറുള്ളത്. പക്ഷേ കുറേ കാലത്തിന് ശേഷം വിജയ് സേതുപതിയുടെ ഒരു നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്ന, അദ്ദേഹം ഭാഗമാവുന്ന സിനിമയായാലും വെബ് സീരീസ് ആയാലും അത് നന്നായി ഫീൽ ചെയ്യുക എന്ന് പറയില്ലേ, അത് എനിക്ക് ഈ ഒരു വെബ് സീരീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് പറയാനാണെങ്കിൽ വിഷ്വൽ പരിപാടികൾ, പല കാലഘട്ടങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൾച്ചറലി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേരളവും തമിഴ്നാടും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വിഷ്വൽ സൈഡ് മാത്രം നമുക്ക് ആദ്യം പറയാം. വിഷ്വലി ഈ സ്ഥലങ്ങളുടെയും കാലഘട്ടത്തിൻ്റെയും വ്യത്യാസങ്ങളെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു ഇമോഷണൽ സാധനം നമുക്ക് ഫീൽ ചെയ്യേണ്ട എലമെൻറ്റുകളുണ്ട്. ഒരു ഹ്യൂമർ ആ ഒരു സൈഡിലേക്ക് പോയിട്ട് വർക്കാവേണ്ട കാര്യങ്ങളുണ്ട്. ഇതിലൊരു അമ്മായിയമ്മ മരുമകൾ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ പരിപാടി ഭയങ്കര രസമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ പ്രദേശങ്ങളെ നല്ലോണം ഫീൽ ചെയ്യുക എന്ന് പറയില്ലേ, ആ രീതിയിൽ. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിൽ വരുന്ന പാട്ടുകളും മാത്രമല്ല ഞാൻ പറയുന്നത്, മൊത്തം ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ലതായിരുന്നു. ആകെ എനിക്കതിലൊരു വിരോധം അല്ലെങ്കിൽ ഒരു സങ്കടം എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള സൗണ്ട് കുറച്ച് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. സാധാരണ ഞാൻ മാക്ബുക്കിൽ ഇതിൻ്റെ തന്നെ ഇൻറ്റേർണൽ സ്പീക്കർ വെച്ചിട്ടാണ് കാണാറുള്ളത്. പക്ഷേ എനിക്കിത് കുറച്ച് ലോ സൈഡിൽ നിൽക്കുന്ന പോലെ തോന്നി. കുറച്ചും കൂടി വോളിയം ആകാമായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന സൗണ്ട് എലമെൻറ്റ്സ്, അത് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലാം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ ഇതിൻ്റെ തമിഴിലാണ് കണ്ടത്. മലയാളം അടക്കം നിങ്ങൾക്ക് ഈ വെബ് സീരീസ് കാണാൻ പറ്റും. മലയാളത്തിലടക്കം അതിൻ്റെ ഡബ്ബിങ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തമിഴ് തന്നെ കണ്ടു. വിജയ് സേതുപതിയൊക്കെ ഉള്ളൊരു പടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് നമ്മൾ തമിഴ് കാണണ്ടേ. വലിയൊരു പോസിറ്റീവ് ഘടകം എന്താണെന്നറിയോ, മലയാളികളെയും മലയാളത്തിനെയും കേരളത്തിനെയും ഒക്കെ കാണിച്ചിരിക്കുന്നതാണ്. ശരിക്കും എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് തന്നെയുള്ള സ്ഥലപ്പേരുകൾ, വളരെ പ്രോപ്പറായി സ്ഥലപ്പേരുകൾ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എനിക്കത് മനസ്സിലാവും. തേവര, ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലൊക്കെയുള്ള സ്ഥലപ്പേരുകളും അവിടെയുള്ള ജനവിഭാഗങ്ങൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഓരോ സ്ഥലപ്പേരുകളും ഓരോ സ്ഥാപനങ്ങളുടെ പേരുകളും ഒക്കെ വെക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സ്യൂട്ടാവുന്നതാണ്. ആക്ടേഴ്സിനെ ഓരോരുത്തരെയും, നമ്മുടെ ഇപ്പോൾ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയുകയാണെങ്കിൽ ഇർഷാദ് അലി മുതൽ ഒരുപാട് മലയാളം ആർട്ടിസ്റ്റുകൾ ഈ വെബ് സീരീസിലുണ്ട്. അതായത് മലയാളികളായിട്ട് മലയാളികളെ തന്നെ കാസ്റ്റ് ചെയ്തേക്കുന്നത്. അവരെല്ലാവരും അവരവർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ട് നമുക്ക് നല്ല മലയാളം കേൾക്കാൻ പറ്റും. സാധാരണ ഒരു തമിഴ് സിനിമ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ മലയാളം പറഞ്ഞ് നമ്മളങ്ങോട്ട് വെറുപ്പിച്ച് കളയും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് മലയാളം അവർ പറയുന്നു. അവർ തമിഴ് പറയുമ്പോൾ പോലും ഒരു മലയാളി തമിഴ് പറയുന്നത് പോലെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തമിഴന്മാർക്ക് കാര്യം മനസ്സിലാവും, മലയാളികൾക്കും കാര്യം മനസ്സിലാവും, ഈ പറയുന്ന കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാവും. അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വിജയ് സേതുപതിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിലവ് കുറച്ച് ഇതിൻ്റെ പോലത്തെ ഒരു ബിൽഡിങ്ങും സെറ്റപ്പൊക്കെ വെച്ച് അവിടെ വെച്ച് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ തന്നെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, അവരെയൊക്കെ വെച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആ എഫേർട്ട്, ആ പണം മുടക്കാനുള്ള മനസ്സ്, അതിൻ്റെ റിസൾട്ട് ഈ വെബ് സീരീസിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ പറയേണ്ടത് ഹ്യൂമർ സൈഡാണ്. ഭയങ്കര രസമാണ്. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഒരാളുടെ തല കിട്ടുകയാണ്, തല മാത്രമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുകയാണ്. ഇവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്കെയറി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷേ അങ്ങനെയല്ല നമുക്കത് ഫീൽ ചെയ്യുക. കാര്യം അങ്ങനൊരു കേസ് അവിടെ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഈ കേസിന് ആ നാട്ടുകാരും പോലീസുകാരും ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സീരിയസ് ട്രാക്ക് ഒരു സൈഡിൽ പോകുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇത് കുറേ ആളുകളുടെ ആവശ്യങ്ങളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു രസമുണ്ട്. ആ തല എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ. എന്ന് വെച്ചാൽ ആ ചിരി കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഒരു ഡെഡ് ബോഡിയുടെ തല കാണുമ്പോൾ നമുക്ക് ചിരി വരിക എന്ന് പറയുന്ന പോലെ അതിനവർ കൊണ്ടു നടക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഭയങ്കര രസമായിട്ട് ഒരുപാട് ഹ്യൂമർ എലമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ അമ്മായിയമ്മ മരുമകളുണ്ട്, ഒരു ഭർത്താവിൻ്റെ രോദനമുണ്ട്, കുറച്ച് പോലീസുകാർ കേരളത്തിലേക്ക് കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ അവരുടെ കോൺവെർസേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളിൽ ഈ ഹ്യൂമർ വർക്കായിട്ടുണ്ട്. ഇമോഷൻസ് നല്ലോണം വർക്കാവുന്ന, അത് എല്ലാ ആർട്ടിസ്റ്റുകളെയും കുറിച്ച് പറയണേ, ഓരോ പെർഫോമറെയും ഇവരിങ്ങനെ പിക്ക് ചെയ്തെടുത്ത് പ്ലേസ് ചെയ്ത പോലെയാണ്. ഇപ്പോൾ ചുമ്മാ വേണമെങ്കിൽ ഒരു അപ്പൂപ്പൻ അവിടെ നിന്നാൽ മതി, ആ അപ്പൂപ്പൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോകണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള പല വെബ് സീരീസുകളിലും ആരെങ്കിലും ഒരാളെ കൊണ്ട് നിർത്തി എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് തീർക്കാമെന്നാണ്. ഇതല്ല, ആ ആൾക്ക് ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ, അയാളുടെ ഒരു നോട്ടമുണ്ടെങ്കിൽ അത് അത്രയും കൊള്ളുന്ന രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ച് നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് അത് പെർഫോം ചെയ്യിച്ചെടുത്ത് നമുക്കത് കണക്റ്റ് ആവുന്ന പോലെ വെബ് സീരീസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പൊളിയായിരുന്നു. ഒരു തട്ടുകടയിലെ അപ്പൂപ്പൻ സീക്വൻസ് കണ്ടപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. ഇവരെടുക്കുന്ന ഒരു എഫേർട്ട്, ഈവൻ മലയാളി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകൾ, ഇതിനിടയിൽ വരുന്ന പ്രണയങ്ങൾ, എല്ലാത്തിലും നമുക്കൊരു പേഴ്സണൽ കണക്റ്റ്, ഒരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യും. ആ രീതിയിൽ ക്യാരക്ടേഴ്സിനെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ എഡിറ്റും പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ജോണറായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ക്രൈം, ആക്ഷൻ, മിസ്റ്ററി, ഹൂ ഡൺ ഇറ്റ്, ഇതാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. ഒരു ക്രൈമുണ്ട്, ആ ക്രൈമിൻ്റെ പുറകെയുള്ള അന്വേഷണവും അതിൽ ഓരോ കാര്യങ്ങളും ചുരുളഴിഞ്ഞ് വരിക എന്നൊക്കെ പറയുന്നതാണ്. ആദ്യത്തെ ഒരു 4 എപ്പിസോഡ് കഴിയുമ്പോൾ ചില ഡോട്ട്സൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആവും. എന്നാലും അതിനെ അടുത്തടുത്ത എപ്പിസോഡ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വലിച്ചിൽ ഫീൽ ചെയ്യില്ല. അതായത് ഒരു സ്റ്റോറി പറഞ്ഞു പോവുകയാണ്, ഒരാളുടെ ലൈഫിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റോറിയുടെ ചില ഡോട്ട്സ് നമ്മൾ ഫില്ല് ചെയ്താലും ഇതിന് ഇങ്ങനെയും കൂടി ഒരു ഇമോഷണൽ സാധനം അതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ജോണറിനോട് നീതി പുലർത്തുക എന്ന് പറയുന്നൊരു കാര്യം ഇവർ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ത്രില്ലിങ് എലമെൻറ്റ് അവിടെയുണ്ട്. എന്താണ് അടുത്തതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. പലപ്പോഴും ഈ മിസ്റ്ററി ജോണറിലൊക്കെ വരുന്ന സിനിമകൾ അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ. തുടക്കം മുതൽ മ്യൂസിക് ഇട്ടുപോകും, അല്ലെങ്കിൽ ടിൽ 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 മ്യൂസിക് ഇട്ടുപോകും. നമുക്കൊരു തേങ്ങയും ഫീൽ ചെയ്യില്ല. നോ കോക്കനട്ട് ഫീലിംഗ് ഇസ് ദെയർ. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന മ്യൂസിക്കും പരിപാടിയൊന്നും ഇട്ടില്ലെങ്കിലും അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. കാര്യം ഇത്രയും എപ്പിസോഡ്സ് ഉണ്ട്, ഏതാണ്ട് 4.5 മണിക്കൂറോളം വരുമെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം ഉണ്ടായിട്ടും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല. 6 എപ്പിസോഡും 7 എപ്പിസോഡും ഉള്ള ചില വെബ് സീരീസ് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡും ലാസ്റ്റ് എപ്പിസോഡും മാത്രം കണ്ടാൽ മതി എന്നൊക്കെ തോന്നിപ്പോകും. അമ്മാതിരി അഴച്ചിലും വലിച്ചിലും. എന്നാൽ അതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നോ കോക്കനട്ട് ഈസ് ദെയർ. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു സ്ഥലത്തും സ്കിപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ആകെ ഒരു 8ാമത്തെയോ 9ാമത്തെയോ എപ്പിസോഡ് എത്തിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്പീഡിൽ പോയിരുന്നെങ്കിൽ എന്ന് തോന്നി. കാര്യം അപ്പോഴേക്കും നമ്മുടെ കുറേ ഡോട്ട്സ് ഫില്ലായി. പക്ഷേ ഈ വെബ് സീരീസ് തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ഉത്തരം ഈ വെബ് സീരീസ് ശ്രദ്ധിച്ചിരുന്ന് കണ്ടതുകൊണ്ട് ഒരു പോയിന്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഈ വെബ് സീരീസ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം. കാര്യം വെബ് സീരീസ് ആയാലും സിനിമയായാലും ഇതൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ എൻഗേജിങ് ആയിട്ടിരുന്ന് കണ്ട, എൻജോയ് ചെയ്ത് കണ്ട ഒരു വെബ് സീരീസാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്രയും സമയം കൊടുക്കാനുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അവസാനമാകുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ചോദ്യത്തിനൊരു ഉത്തരം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് അന്വേഷിച്ച് നോക്കാം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അത് നിങ്ങൾ എന്തായാലും വെബ് സീരീസ് കാണും. അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊച്ചു കുട്ടികളുമായിട്ടിരുന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ കുറച്ച് സമയം ഒരു വയലൻ്റൊക്കെയാണ്. ഞാൻ പറയുന്നത് പിള്ളേരുമായിട്ട് അങ്ങനെ ഇരുന്ന് കാണുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ചില കാര്യങ്ങൾക്ക് പിള്ളേർ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റണ്ടേ. ആ എക്സ്പ്ലനേഷനിൽ വയലൻസ് ഉണ്ടാവും. ഈ ഹ്യൂമർ എലമെൻറ്റ് വർക്കാവുന്നു എന്ന് പറയുമ്പോഴും ആ എക്സ്പ്ലനേഷനിൽ ഒരു വയലൻസ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിനെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരു അവസാനത്തെ എപ്പിസോഡ് 7th 8th ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് വയലൻറ്റ് പരിപാടികൾ കാണുന്നുണ്ട്. അതിൽ വിജയ് സേതുപതിയുടെ ഒരു കൊലപാതക സീനുണ്ട്. അത് സത്യം പറയട്ടെ, നമ്മൾ ചില സിനിമകളൊക്കെ ഈ വയലൻസ് പ്രൊമോട്ട് ചെയ്യുക, അതായത് ഞങ്ങളുടെ കയ്യിൽ വയലൻസ് ആണുള്ളതെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന സിനിമകളില്ലേ, അതിലിവർ 1/4 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഫൈറ്റിനേക്കാൾ കൂടുതൽ ഭീകരത ഫീൽ ചെയ്യിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു സാധനമാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് വളരെ അഗ്രസീവായിട്ടുള്ള സീക്വൻസുകളുണ്ട്. കഥ നിങ്ങൾ ആരോടെങ്കിലും പറയാൻ പോകുമ്പോൾ നിങ്ങൾ ആ അഗ്രഷനുള്ള സീക്വൻസ് പറയേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ മുതിർന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമുണ്ടെങ്കിൽ, വിജയ് സേതുപതിയോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ.
കണ്ടതിന് ശേഷം ഇനി കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി വായിച്ച് നോക്കിയിട്ട് ഇത് കാണണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.